ഹലോ, റീബാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു സ്വീറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. ക്യാരറ്റ് ഹൽവ എങ്ങനെ തയ്യാറാകുന്നത് കണ്ടാലോ? അതിനു മുമ്പ് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ ഫുള്ള് കാണുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളി ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 3 4 വേണമെങ്കിൽ എടുക്കാം. അതിനനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് അളവ് കൂട്ടി കൊടുത്താൽ മാത്രം മതി. ഈ 2 ക്യാരറ്റ് നമുക്ക് നന്നായിട്ട് തൊലിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചീകി എടുക്കാം. അതിനുശേഷം ഇതൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തില് ആണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പൊ ഇതേപോലെ നമ്മളെല്ലാം ഒന്ന് നന്നായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. ഇത് വളരെ കുറഞ്ഞൊരളവിലാണ് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത്. ഏകദേശം ഒരാൾക്ക് തിന്നാൻ പാകത്തിന് ആ ഒരു അളവിനാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്യാരറ്റിന്റെ അളവ് കൂട്ടാം. അതിനനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂട്ടി കൊടുക്കുക. അപ്പൊ നമ്മുടെ ക്യാരറ്റ് ഒക്കെ ചീകിയത് മാറ്റി വെക്കാം. ഇനി അതിനുശേഷം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പൊ ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പൊ നമ്മളിങ്ങനെ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുമ്പോൾ നമ്മുടെ ക്യാരറ്റിന്റെ ആ ഒരു പച്ച ചുവ മാറിക്കിട്ടും. എന്ന് വെച്ച് ഒത്തിരി പൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ടാവും. ഈ ഒരു പരുവത്തിന് നമ്മുടെ ക്യാരറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ആ നെയ്യ് കിടന്ന്. അതിന് ആ ഒരു പച്ച ചൊവയൊക്കെ മാറിയിട്ടുണ്ടാവും ഈ സമയത്ത്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. നമ്മൾ എടുക്കുന്ന ക്യാരറ്റിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടാം. 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അത് ഞാൻ അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇതും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരാൻ തുടങ്ങും. ഈ ഒരു പരുവമായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര എടുത്ത് അതേ അളവിൽ തന്നെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലുകൾ നമ്മൾ ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ഇത് വറ്റി വരാൻ സമയം എടുക്കും. ഒരു 1/4 കപ്പ് പാലും ചേർത്ത് കൊടുത്ത് നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പൊ നമ്മുടെ പാലെല്ലാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒപ്പം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോവും. നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നല്ല തിക്കായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഹൽവ. ഇതിലെ കംപ്ലീറ്റ് വെള്ളം ഫുള്ളാ വറ്റണം പാലിന്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഈ സമയത്ത് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ പാലിലും പഞ്ചസാരയിലും കിടന്ന് ഏകദേശം ഒരു പാകത്തിനുള്ള പരുവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്ക പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്തതാണ്. അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടണം. ഇപ്പം ഏകദേശം നന്നായിട്ട് പാനിൽ നിന്നെല്ലാം വിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി കുറച്ച് നെയ്യിലൊന്ന് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കറുത്ത മുന്തിരിങ്ങയാണ് എടുത്തേക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നുകൂടി വഴറ്റി കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിക്കാവുന്നതാണ്. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പൊ ഇത് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതായിരിക്കും. കാരണം ഇതിൽ പഞ്ചസാര നെയ്യൊക്കെ കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് എപ്പോഴും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അത് ഹെൽത്തിന് നല്ലതല്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് സ്വീറ്റ് കഴിക്കാൻ താല്പര്യം തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഒപ്പം ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്തും കൂടി കൊടുക്കാം. അപ്പൊ അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.